അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എരുമയില്ല കുളിയെല്ലാം കഴിഞ്ഞ് ദാണ്ടെ നല്ല ചൂട് കഞ്ഞി കുടിക്കാൻ പോവാണ് അഴുതേന്ന്. അപ്പം നമ്മുടെ അടുത്ത വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ബാ കഞ്ഞി ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവാണ് ഗൈസ്. കഞ്ഞി അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ദാണ്ട ഞങ്ങൾ നേരെ വെച്ച് പിടിക്കാൻ പോവുകയാണ് അഴുതക്കയറ്റം. അങ്ങനെ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വിടത്തില്ല. കാരണം ഇത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. അപ്പം നമ്മുടെ കാട്ടിനുള്ളിൽ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പറ്റില്ല. അത്രയധികം നമ്മൾ പൊല്യൂട്ടഡ് ആക്കാതെ നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുപോയാലേ നാളെ വരുന്ന സ്വാമിമാർക്കായാലും എല്ലാവർക്കും സുലഭമായി ഈ അന്നപാത ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ മറ്റുള്ള എന്താ മൃഗങ്ങൾക്കും ഒക്കെ ഈ പ്ലാസ്റ്റിക് ഒക്കെ തിന്നാൽ അവർക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും മുതിരാതിരിക്കുക. അങ്ങനെ താണ്ട നമ്മൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് താണ്ടി നേരെ അഴുത. ഇത് അഴുത കയറ്റമാണ്. നമ്മുടെ അഴുതയിൽ കുളിച്ച് അവിടുന്ന് കല്ലെടുത്ത് ആ കല്ല് ഈ കല്ലിടാംകുന്നെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ അഴുത ചെന്ന് നമ്മൾ എത്തുന്നത് കല്ലിടാംകുന്നിലാണ്. ആ കല്ലിടാംകുന്നിൽ അവിടെ കല്ലിട്ട് വേണം നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ട് തുടരാൻ. നമ്മൾ കല്ലിട്ടിട്ട് ആ കല്ലിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് എന്നിട്ടാണ് നമ്മൾ യാത്ര പിന്നെയും മുന്നോട്ട് തുടരുന്നത്. അങ്ങനെ നമ്മൾ അഴുത കയറ്റാൻ കയറി തുടങ്ങി. ഇച്ചിരി കഠിനമാണ്. സ്വാമിയെ വിളിച്ച് തന്നെ കയറണം. കാരണം ഇച്ചിരിയേറെ പ്രയാസമുള്ള കയറ്റമാണ് സ്വാമി. കഠിന ഏതോ പാപമൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ. അങ്ങോട്ട് പാവെല്ലാം തീർക്കണം. സ്വാമി 2025 പാവെല്ലാം തീർക്കണം. ഓ ആ സൂര്യസ്വാമിയുടെ ആ ഒരു സ്വാമി ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. സ്വാമിയെ ശരണയ്യപ്പ. ഇച്ചിരി കഠിനം എന്ന് പറഞ്ഞാൽ ഏറെ കഠിനമാണ്. സൂര്യസ്വാമിയാണ് നമ്മുടെ ബൂസ്റ്റർ. കാരണം മല കയറാൻ വേണ്ടി ഞങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം തരുന്ന ഒരേ ഒരു സ്വാമി ബുക്ക് പോലാണ് കയറുന്നത്. അതുപോലെ ഞങ്ങളെയും ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി കൊടുങ്കാട് മല. സത്യം പറഞ്ഞാൽ കാൽഭാഗമേ ആയിട്ടുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പരുവായി. പിന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങ് ചവിട്ടിയാൻ കയറുകയാണ്. ബാക്കി ആത്മവിശ്വാസവും ബാക്കി എനർജിയും എല്ലാം ഭഗവാൻ തരും. ഇപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അഴുത കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയേറെ ബുദ്ധിമുട്ടുള്ള കയറ്റമാണ്. അത് എന്താ പറയുന്നത്, അത് ഈ ഒരു യാത്രയിൽ ഏറ്റവും കഠിനമായിട്ടുള്ളൊരു യാത്രയും കൂടാണിത്. ഒരുപാട് സ്വാമിമാർ നമ്മുടെ തൊട്ടുപുറേനെ കയറി വരുന്നുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ഈ വട്ടം വളരെ ആൾക്കാർ കുറവാണെന്നാണ് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് നമ്മളോട് പറഞ്ഞത്. ആന ഇതുവഴി പോയിട്ടുണ്ട്. ആന സത്യം പറഞ്ഞാൽ ഈ ഒരു കാനന പാതയിലുള്ള ഈ ഒരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ആനയും കടുവയും പുലിയും കരടിയും എല്ലാം ഉണ്ട് ഈ കോരവനത്തിൽ. എന്നിട്ടും ഈ കോരവനത്തിലൂടെ ഇത്രയും ആൾക്കാർ സഞ്ചരിച്ച് പോയി ഭഗവാനെ കാണാൻ വേണ്ടി പോകാമെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അനുഭൂതിയും വല്ലാത്തൊരു ഇത് തന്നെയാണ്. കാരണം എന്താ പറയുന്നത്, നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഈ കാനനപാത താണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഒരേ ഒരു വാക്കേ ഉള്ളൂ അതിന്, അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഭഗവാനെ വിളിച്ച് നേരെ ഈ കാനനപാതയിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ കല്ലിടാംകുന്ന് എത്തിയിരിക്കുന്നു. ഇനിയും ഇവിടുന്ന് നേരെ കയറി ചെന്ന് നമ്മുടെ കയ്യിലുള്ള അഴുതയിൽ നിന്ന് മുങ്ങിയെടുത്ത ആ കല്ല് ഇവിടെ സമർപ്പിച്ച് കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ യാത്ര ഇനിയും തുടരാൻ. നമ്മുടെ ബാക്കിയുള്ള സ്വാമിമാരെല്ലാം ഇവിടെ ഏതോ ഒരു ഭാഗത്തുണ്ട്. ഈ കടകളുണ്ടല്ലോ, ഈ കടയുടെ ഏതൊരു ഭാഗത്ത് വിരിവെച്ച് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കല്ലിടാംകുന്നിൽ ഈ കല്ല് വെച്ച് നമുക്ക് പ്രാർത്ഥിച്ച് കർപ്പൂരം കത്തിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാം.
അപ്പോൾ ഇതാണ് കല്ലിടാംകുന്ന്. കല്ലിടാംകുന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിനെയാണ് കല്ലിടാംകുന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കല്ലിടാംകുന്നിലെത്തി. നമ്മുടെ കയ്യിരുന്ന കല്ല് അവിടെ വെച്ച് അതിന് മുകളിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് പ്രാർത്ഥിച്ച് ഇനി നമ്മുടെ വിഷമങ്ങളും നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ സമർപ്പിച്ച് നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട്. അപ്പം നമ്മുടെ സ്വാമിമാരെ കണ്ടുപിടിക്കണം. ഇവിടെയുള്ള ഏതോ ഒരു കടയിൽ നമ്മുടെ സ്വാമിമാരുണ്ട്. അപ്പം അവരിലേക്ക് പോവാം. നമ്മുടെ സ്വാമിമാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. സ്വാമിമാരെന്തോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടെ നമുക്ക് ഹോൾട്ട് ഇല്ല. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകണം. അപ്പം ഇത് അടുത്ത് നമുക്ക് പോകാനുള്ളത് നമുക്ക് നേരെ കല്ലിടാംകുന്നിലേക്ക് മുക്കുഴിയിലേക്കാണ്. നമ്മുടെ സ്റ്റേ ഇതാക്കിയേക്കുന്നത് മുക്കുഴിയിലാണ്. അപ്പം നമ്മൾ അവിടുന്ന് നേരെ മുക്കുഴിയിലേക്കുള്ള യാത്ര തുടർന്നു. ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ, എത്ര വർഷം പഴക്കമുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. എത്ര വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളാണ് ഈ ഒരു കാനനപാതയിലുള്ളത്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ഇങ്ങനൊരു യാത്ര ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇപ്പം അഴുത കയറ്റം കയറി വന്ന് നേരെ അഴുത ഇറക്കം ആണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ ചെന്നെത്തുന്നത് മുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ഹോൾട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു വൃക്ഷം കണ്ടോ, ഈ വൃക്ഷം 10 അല്ല 20 പേര് ചേർന്ന് ചുറ്റും പിടിച്ചാലും ഈ ഒരു വൃക്ഷം എത്തത്തില്ല. അതുപോലുള്ള ഒരുപാട് വൃക്ഷങ്ങളാണ് ഈ ഒരു കാനനപാതയിലുള്ളത്. അപ്പം നമ്മുടെ മുക്കുഴി ആ ഒരു സ്ഥലത്തെത്തി അവിടെ വിശ്രമിച്ച് ഇന്ന് അവിടെ ഹോൾട്ടായി. അടുത്ത ദിവസം രാവിലെ നമുക്ക് അവിടുന്ന് പോകാൻ കഴിയൂ. കാരണം ആനയുടെ ശല്യമൊക്കെ ഉള്ള ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 മണി മുതലേ നമുക്ക് ഈ കാനനപാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലങ്ങളിൽ 1-2 പേരെ കാട്ടാനെ ആക്രമിക്കുകയും അതുകൊണ്ട് മരണപ്പെടുകയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം ഫോറസ്റ്റും ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരും എടുത്തൊരു തീരുമാനമാണ്. രാവിലെ 7 മണി മുതൽ 3 മണി വരെ. അതിൻ്റെ ഇടയ്ക്കും കാര്യങ്ങളുണ്ട്. 7 മണിക്ക് രാവിലെ അല്ലെങ്കിൽ 6 മണി കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇവിടുന്ന് ഗാർഡ് ഇവിടുന്ന് അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് വരെ പോവും. ആ ചെക്ക് പോസ്റ്റിനുള്ളിൽ അവർ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടുന്ന് സ്വാമിമാരെ അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. എല്ലാവരും സേഫ്റ്റി അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, നമ്മൾ പോകുന്ന വഴിക്ക് കാട്ടാനകളുണ്ടാവാം, അല്ലാതുള്ള കാട്ടുപോത്തുണ്ടാവാം. പക്ഷെ ഇതെല്ലാം നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മളൊരു അതിനെ പ്രകോപിപ്പിക്കാതെ നമ്മുടെ സേഫ്റ്റി നോക്കി യാത്ര തുടരുന്നതാണ് എപ്പോഴും നല്ലത്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ശരണം വിളിച്ച് പോവുകയാണെങ്കിൽ കാട്ടിലുള്ള മൃഗങ്ങളൊന്നും നമ്മളിലേക്ക് അടുക്കത്തില്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് വിരിവെച്ച് ഇവിടെ കിടന്നുറങ്ങി നാളെ രാവിലത്തേക്കേ നമ്മൾ ഇനിയും യാത്ര തുടങ്ങത്തുള്ളൂ. അങ്ങനെ നമ്മൾ മുക്കുഴിയിലെത്തിയിരിക്കുകയാണ്. ഈ മുക്കുഴിയിൽ നമുക്ക് വിരിവെക്കാനും നമുക്ക് കുളിക്കാനും ബാക്കി എല്ലാ സൗകര്യങ്ങളും ഈ അയ്യപ്പൻ്റെ കാനനപാതയിലുണ്ട്. അതുകൊണ്ട് ഈ സൈഡിലൊക്കെ വിരിച്ചിട്ടേക്കുന്നുണ്ടല്ലേ, ഇതാണ് വിരി. ഇവിടാണ് വിരി വെച്ച് ഓരോ അയ്യപ്പന്മാരും കിടക്കുന്നത്. നമ്മളെല്ലാ കൊല്ലവും വരുമ്പം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇടത്തെ സൈഡിലെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എല്ലാ കൊല്ലവും വിരിവെക്കുന്നത്. ഈ വർഷവും നമ്മൾ അങ്ങനെ തന്നെ വിരിവെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരു പടിയൊക്കെ ഇറങ്ങി നേരെ ഞങ്ങളങ്ങോട്ട്. നമുക്ക് ഈ ഒരു ചുറ്റുപാട് മൊത്തം ഇലക്ട്രിക് ലൈൻ കൊണ്ട് ഫെൻസിങ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കാട്ടാന കയറി വരില്ല. കാരണം ഇതിൻ്റെ ചുറ്റും നമുക്ക് ഈ കറണ്ടിൻ്റെ ഇരുമ്പ് വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. അതെന്തായാലും ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ആ കാട്ടാന ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരില്ല. നമ്മുടെ കമാൻഡോ ഇരിക്കുന്നുണ്ട് ഇവിടെ. കഞ്ഞി കത്തിയുണ്ട്, പൊറോട്ട ഉണ്ട്, പുട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ അടുത്ത ഡേ ആണിത്. കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അടുത്ത ദിവസം 7 മണി അല്ല 8 മണി ആയപ്പം നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് നേരെ മുക്കുഴിയിൽ നിന്ന് നമ്മൾ നേരെ ഇനിയും വിടുകയാണ്. ഇനി നേരെ കരുമല കയറി നേരെ പമ്പ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് പമ്പ എത്തണം. അപ്പം അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. ഈ മുന്നിൽ പോകുന്ന ആളെ കണ്ടോ, പുള്ളിക്കാരൻ ഈ കാനനപാതയിൽ ഉള്ളിലുള്ള കടകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവാണ്. കെട്ടും കെട്ടി അല്ലാതെ തന്നെ നടന്നു പോകാൻ പാടാണ്. അപ്പോഴാണ് ഈ പുള്ളി ഇതും
ചുമന്നുകൊണ്ട് പോകുന്നത്. ഇത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്നാണ് നമ്മുടെ സ്വാമിമാർ മുന്നിൽ നടന്നു പോകുന്നുണ്ട്, കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റി. അങ്ങനെ വേണ്ട നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് കണ്ട ഈ ഒരു സാധനം കണ്ണിപ്പെട്ടത്. കണ്ടോ, നല്ല പച്ച ആനപ്പിണ്ടം, ഇപ്പോൾ എപ്പോഴോ ഇട്ടതാണ്. അപ്പം ആന ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശരണം വിളിച്ച് വേണം മുന്നോട്ട് പോകാൻ. കണ്ട ഫ്രണ്ടിൽ പോകുന്ന കണ്ടില്ലേ, ഇതെല്ലാം മുള കെട്ടി ഈ കട നിർമ്മിക്കാൻ വേണ്ടിയുള്ള മുളയാണ്. ഇത് കെട്ടി അയ്യപ്പന്മാർ കൊണ്ടുപോവാണ്. അയ്യപ്പന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലിക്കാരാണ്. നമ്മൾ എല്ലാവരെയും അയ്യപ്പന്മാരെന്നാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ദാണ്ടെ അടുത്ത ആനപ്പിണ്ടം. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം ആന എവിടേക്കോ ഉണ്ട് എന്നാണ് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടങ്ങിയപ്പോഴാണ് ദാണ്ടെ അടുത്ത ഫെൻസിങ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് ആന കയറാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് കേട്ട് തിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഫെൻസിങ് കേട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഉള്ളിൽ കട വെക്കുന്ന സ്വാമിമാരെല്ലാം രാത്രിയിൽ ഈ കട ഒതുക്കിയിട്ട് ഇവിടാണ് വന്ന് കിടക്കുന്നത്. പിന്നെ അല്ലാതെ വേറെ എവിടെയെങ്കിലും കിടന്നാൽ സുരക്ഷിതമല്ല. ആന രാത്രി വന്ന് ആക്രമിച്ചാലോ ഒക്കെ ബുദ്ധിമുട്ടാണ്. ആനയുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, ഈ പറയുന്ന എല്ലാ മൃഗങ്ങളും ഈ ഒരു കാനനപാതയിലുണ്ട്. അപ്പം നമ്മളങ്ങനെ വീണ്ടും യാത്ര ഒരു തടാകം താണ്ടി മുന്നോട്ട് യാത്ര തുടങ്ങുന്നു. ഈ ഒരു വെള്ളം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാലിലേക്ക് ഇത്രയും നടന്നിട്ട് വന്നിട്ട് ഈ കാലിലേക്ക് ഈ ഒരു വെള്ളമൊക്കെ കാലിലേക്ക് വീഴുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാവോ. അങ്ങനെ ഭഗവാനെ വിളിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് നേരെ കരുമലയിലേക്കാണ്. കരിമല, അതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു വൃക്ഷം നമ്മുടെ കണ്ണിൽപ്പെട്ടത്. ഏതോ ഒരു വലിയൊരു വൃക്ഷമാണ് ഇത്. കടപുഴകി വീണിരിക്കുകയാണ്. ഇതും ഈ പറയുന്ന പോലെ 10 പേര് ചേർന്ന് പിടിച്ചാൽ ചുറ്റും പിടിച്ചു കഴിഞ്ഞാൽ എത്താത്ത വലിയൊരു വൃക്ഷമാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു കാഴ്ച കണ്ട് വീണ്ടും മുന്നോട്ട്. ഇത് മറിഞ്ഞിട്ട് അത് നമ്മുടെ ഫോറസ്റ്റുകാരോ വന്ന് മുറിച്ച് മാറ്റി, കുറുകെ കിടന്നത് കുറിച്ച് മാറ്റിയിട്ടേക്കാണ്. മാറ്റിയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പുറത്തൂടെ വേറെ ഒരു വഴി നടപ്പാതെ ആയിരിക്കുകയാണ്. നമുക്ക് ആ മരം വീണ ആ ഒരു ഭാഗത്തൂടായിരുന്നു മുന്നോട്ട് കയറേണ്ടത്. പക്ഷേ ആ മരം വീണത് കൊണ്ട് നടപ്പാതെ മാറി നമ്മൾ ഇപ്പുറത്തൂടെ വേറൊരു നടപ്പാതയാണ്, ഈ കാണുന്ന പോലെ ചെറിയൊരു നടപ്പാതയാണ് ഇപ്പോൾ കാണാൻ പറ്റിയത്. അതുവഴിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കാനനപാതയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ പറയുന്നത്, ഈ വൃക്ഷങ്ങൾ മറിഞ്ഞു കിടക്കുന്നതും പിന്നെ അല്ലാതുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു കാനനപാതയിൽ കാണാൻ പറ്റും. നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലൈഫിൽ. നമ്മളെ പല കാര്യങ്ങളും ഈ ഒരു യാത്രയിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മളെ മനസ്സുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ കഴിയും. കാരണം നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് മുന്നേ ഒരു കാല് വയ്യാത്ത ഒരു സ്വാമിയെ കണ്ടില്ലേ, ആ സ്വാമിയൊക്കെ എത്ര കഠിനമേറിയായിരിക്കും ഈ ഒരു പാതയിൽ താണ്ടി പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടാണ്. അപ്പോൾ എന്തും മനസ്സുണ്ടെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കാമെന്ന് അയ്യപ്പൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ ഒരു യാത്രയിലൂടെ. എല്ലാ യാത്രയ്ക്കും അതിനൊരു അനുഭവം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നേടണമല്ലോ, അറിവുകൾ നേടണമല്ലോ. അപ്പോൾ ഈ ഒരു അറിവാണ് എനിക്ക് നേടാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി, ഈ കാനന പാത എന്ന് പറയുന്നത് നമ്മുടെ ഈ മണ്ഡലമാസം മാത്രം തുറന്നു കൊടുക്കുന്ന ഒരു വനമാണ്. അല്ലാത്ത സമയത്ത് ഇതുവഴി പോകാനോ വരാനോ ഒന്നും അനുവാദമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാനനപാതയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മണ്ഡലം സമയം മാത്രം തുറന്ന് കൊടുക്കുന്നൊരു കാനനപാതയാണ്. അപ്പം അതുകൊണ്ട് സ്ഥിരമായിട്ട് ആൾക്കാർ പോവാത്തയും വരാത്തയും ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെങ്ങും വേറെ വീടുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും മൃഗങ്ങളുടെ ഒരു പോക്കുവരവുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നേരെ നടന്ന് നമ്മുടെ കരിമല അടിവാരം എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ കരിമലയാണ്, കരിമല അടിവാരം, പുതുശ്ശേരി താവളം. അങ്ങനെ നമ്മൾ പുതുശ്ശേരി താവളത്തിലെത്തി. ഇനി ഇവിടുന്ന് ഒരു ചെറിയൊരു തടാകമുണ്ട്. ആ തടാകം താണ്ടി നമ്മൾ നേരെ കരിമല കയറാൻ പോവുകയാണ്. ഇതും ഈ പറയുന്ന പോലെ ഫെൻസിങ് ഒക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലേക്കൊന്നും മൃഗങ്ങളും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി അവർ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റാണ്. ഇത് ഈ മണ്ഡല സമയം മാത്രം ഉപയോഗിക്കുന്നൊരു ചെക്ക് പോസ്റ്റാണ്. അപ്പം അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ അടിവാരത്തിലേക്കാണ്. ഈ അടിവാരത്തിൽ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ കരിമല കയറ്റം, എന്ന് വെച്ചാൽ യഥാർത്ഥ കരിമല കയറ്റം. അതാണ് നമ്മളിനിയും മുന്നോട്ട് നടന്ന് കയറാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ അല്ലാതൊക്കെ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 10-200 മീറ്റർ അപ്പുറം നടക്കാൻ പോകുമ്പോൾ തന്നെ എല്ലാവരും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, ഏറെക്കുറെ എല്ലാ ആൾക്കാരും. പക്ഷേ ഇതിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കിലോമീറ്റർ ഉണ്ട് നമ്മൾ കയറിയ ചെക്ക് പോസ്റ്റിൽ നിന്ന് പമ്പ വരെ. ഈ 40 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റായിട്ട് കിടക്കുന്ന വഴിയൊന്നുമല്ല. ഇത് കുത്തനെയുള്ള കയറ്റവും മലഞ്ചരിവുകളും അങ്ങനെയുള്ളൊരു നടപ്പാണ്. ഇത് ആയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 1 കിലോമീറ്റർ നടക്കുവാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ആയാസം എടുക്കണം ഈ ഒരു
നടപ്പിന്. അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം. നമ്മുടെ മനസ്സിനെ എന്തെന്നോ നേടിയെടുക്കാൻ കഴിയാത്തത് അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ആ ഒരു സന്ദേശമാണ് ഈ ഒരു യാത്രയിലൂടെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കരസ്ഥമാവുന്നത്. അങ്ങനെ വേണ്ട ഈ ഒരു തടാകം കണ്ടില്ലേ, ഇത് നമ്മുടെ അടിവാരത്തുള്ളൊരു തടാകമാണ്. എന്ത് മനോഹരമാണ് ഈ ഒരു തടാകം കാണാൻ. ഇത് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം ഈ ഒരു ഇത്രയും നടന്നിട്ട് കണ്ട് ഈ ഒരു തടാകത്തിലൂടെ നടന്ന് നമ്മൾ പോകാൻ കഴിയുന്നത് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, കാലിനൊക്കെ ഒരു ഭയങ്കര കുളിർമയേറുന്ന ഒരു കാര്യമാണ്. അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഈ ഒരു തടാകത്തിലേറി നമ്മൾ അപ്പുറത്ത് അടുത്ത ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. അവിടുന്ന് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട്, എന്നുവെച്ചാൽ ഒരുപാട് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പമ്പയിലെത്താൻ നമ്മൾ താമസിക്കും. കാരണം ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഒരു സേഫ് സോണിലെത്തി ഇല്ലെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും. ഒന്നാമത്തെ കാര്യം പെട്ടുപോവുകയും പിന്നെ യാത്ര മുന്നോട്ട് തുടങ്ങാൻ പറ്റാതെ പിന്നെ പിറ്റേ ദിവസമേ നമുക്ക് യാത്ര തുടങ്ങാൻ പറ്റൂ. അത് ഒന്നാമത്തെ കാര്യം. അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ അത് ഈ വനമാണ്, ഇതിനകത്ത് പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിന് നമ്മളൊരു സമയം വെച്ച് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയേ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഒരുപാട് നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്നിരുന്നിട്ട് നമുക്ക് എത്രയും വേഗം തന്നെ നമ്മുടെ യാത്ര തുടങ്ങണം. അപ്പോൾ അങ്ങനെ നമ്മുടെ റെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടിവാരം വിട്ട് നേരെ നമ്മൾ കരിമല കയറ്റം കയറാൻ പോവുകയാണ്. ഇവിടുന്ന് നേരെ നമ്മൾ കയറുന്നത് കരിമല സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. ഇവിടുന്നാണ് നമ്മൾ കരിമലയിലേക്ക് കയറുന്നത്. അങ്ങനെ അപ്പം കരിമല കയറ്റം കഠിനം കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു കരിമലയിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു. നമ്മുടെ സൂര്യസ്വാമിയൊക്കെ റെസ്റ്റ് എടുക്കാൻ നിന്നില്ല, നടന്നങ്ങ് കയറി. കാരണം ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, നമുക്ക് ഈ പറയുന്ന പോലെ ഒന്ന് നടന്ന് ഒന്ന് ഓക്കെ ആയി വന്നാൽ അവർ ആ ഒരു രീതിയിൽ അങ്ങ് കയറി അങ്ങ് പോകും. അപ്പോൾ ചിലവർക്കത് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ അങ്ങനെ കയറിപ്പോയി. നമുക്കിനി കരിമല വെച്ച് അവരെ കാണാം. അപ്പം ഈ കാണുന്നതൊക്കെ പുതിയ കടമുറികൾ. ഇപ്പോൾ ഇങ്ങനെ പുതിയ കടകളും കാര്യങ്ങളും എല്ലാം നിർമ്മാണം നടക്കുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ചിലവേറിയ ഒരിത് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ 1-2 പേരോട് സംസാരിച്ചവൻ പറഞ്ഞു, ഇവിടെ ഈ മുളയ്ക്കൊക്കെ 4500 രൂപയാണ് 40 മുള. ഒരു കട നിർമ്മിക്കാൻ 40 മുളയാണ് ഇവിടെ ആവശ്യം. ആ മുളയ്ക്ക് 4500 രൂപയുള്ളൂ. പക്ഷേ ആ മുള ഇവിടെ എത്തിക്കണമെങ്കിൽ ഒരാൾക്ക് 1500 രൂപ കൊടുക്കണം. ഈ 1500 രൂപ എന്ന് കേൾക്കുമ്പം ഇപ്പം 4 മുള, ഒരു കെട്ട് 4 മുള. ഈ 4 മുള കൊണ്ടുവരാൻ 1500 രൂപ ഒരാൾക്ക്. ഒരാളെ കൊണ്ട് ഈ മുള കൊണ്ടുവരാൻ നടക്കില്ല, 2 പേര് വേണം. ഈ 2 പേരെ കൊണ്ട് ഈ മുള ഇവിടെ എത്തിക്കുമ്പം തുകയെന്ന് ആലോചിച്ച് നോക്കി. അത് അവരുടെ അത്രയും ജോലിഭാരമുണ്ട്. ആ ജോലിഭാരം ഉള്ളതുകൊണ്ടാണ് അത്രയും തുക അവർ മേടിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു റിസ്ക് അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഈ ഒരു കടയിൽ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി. അങ്ങനെ കരിമലയുടെ യാത്രയിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ 2 പടുകൂറ്റം മരങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെട്ടു. ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മുന്നോട്ട്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി 2 തടി കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. 2 അല്ല, ഒരുപാട് തടികൾ കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഈ ഒരു പടി കയറി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ നടക്കുന്നതിനിടയ്ക്ക് കാലിൽ വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ നടക്കുമ്പോൾ കല്ലും കാര്യങ്ങളൊക്കെ കൂടുതൽ കാലിന് ബുദ്ധിമുട്ടായി തീരും. കാരണം വേദനയും കാര്യങ്ങളൊക്കെ. പോയ വഴിക്കാണ് ഈ ഒരു കാര്യം കണ്ടത്. ഇത് മലദൈവങ്ങൾക്ക് വേണ്ടി പൂജിച്ചത് വെച്ചതായിരിക്കാം എന്ന് വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെ അതും കണ്ട് നേരെ നമ്മൾ മുന്നോട്ട്. അങ്ങനെ നമ്മൾ നേരെ താണ്ടി നമ്മൾ കരിമല കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതികഠിനം എന്ന് പറഞ്ഞാൽ അതികഠിനം. വേരുകളാൽ നമ്മൾ നടക്കുന്ന വഴിയെല്ലാം വേരുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ആ വേരിൽ ചവിട്ടി വേണം നമ്മൾ ഈ കാനന പാതയിലൊക്കെ ഇവിടെ മുന്നോട്ട് സഞ്ചരിക്കാൻ. അങ്ങനെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ചെറിയൊരു കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി. കാരണം താഴോട്ട് ചെറിയൊരു അഗാധമായ കുഴിയാണ്. അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് കയറി ചെല്ലുന്നത് നമ്മുടെ ഒരു കടയുടെ സൈഡിലായിട്ടാണ്. നമുക്ക് കടയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനിയും ഏകദേശം ഒരു 300-400 മീറ്ററൂടെ കാണുകയുള്ളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആ ഒരു വിശ്വാസം മുൻനിർത്തി വീണ്ടും മുന്നിലോട്ട് നടന്നു കയറി. അങ്ങനെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനായ കരിമല മുകളിൽ എത്തിയിരിക്കുന്നു.
അങ്ങനെ ഒരു വട്ടം കൂടി ഈ ഒരു ആത്മവിശ്വാസത്തോടെ ഈ ഇത്രയും ദൂരം താണ്ടി വരാൻ അയ്യപ്പൻ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി മനസ്സിൽ കരുതിക്കൊണ്ട് നേരെ കരിമല ഉച്ചിയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. കരിമല കയറ്റം ഏറെ കഠിനം തന്നെ. നമ്മുടെ എന്താ പറയുന്നത്, അയ്യനെ കാണാൻ ഈ ഒരു വഴി വീണ്ടും എനിക്ക് താണ്ടി വരാൻ അവിടെ നിന്നുള്ള ആ ഒരു ആരോഗ്യവും അവിടെ നിന്നുള്ള ആ ഒരു ആത്മവിശ്വാസവും തന്നതിന് വീണ്ടും കരിമൽ ഭഗവാനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ കരുതിക്കൊണ്ട് വീണ്ടും മുന്നേക്ക് അങ്ങനെ എത്തിയപ്പോഴാണ് നമ്മുടെ സ്വാമിമാർ ഇതാണ്ട് വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. സുയിത്ത് സ്വാമിയൊക്കെ ഉറങ്ങിപ്പോയത്, സ്വാമിയും പൊടിസ്വാമിയും എന്തൊക്കെയോ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഇനി റെസ്റ്റ് എടുക്കാം, എന്നിട്ടാവും നമ്മുടെ യാത്ര. അങ്ങനെ കരിമല മുകളിൽ നിന്ന് കഞ്ഞിയും കുടിച്ച് നേരെ ഞങ്ങൾ ഇറങ്ങി കരിമല ഇറക്കം. അങ്ങനെ ഈ കരിമല ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് നേരെ വല്യാനവട്ടം ചെറിയാനവട്ടത്തിലേക്കാണ്. അത് കഴിഞ്ഞാൽ പമ്പ, നമ്മുടെ ഡെസ്റ്റിനേഷനായ പമ്പ. അങ്ങനെ നേരെ ഇറക്കത്തിലേക്ക്. ഈ കയറ്റം കയറിയ പോലെ തന്നെ ദുർഘടമാണ് ഈ ഒരു ഇറക്കം എന്ന് പറയുന്നത്. കാരണം കാലൊന്ന് വഴുതി കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. ഈ ഒരു ഭാഗം മാത്രമാണ് കമ്പിയിട്ട് നമുക്ക് ഇറങ്ങാനുള്ള ഒരു ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം അത് അത്രയും കഠിനമായതുകൊണ്ടാണ് ഈ ഉൾക്കാട്ടിൽ അങ്ങനെ ഒരു കമ്പി വെച്ചവർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവിടുന്ന് നേരെ ഇതാണ്ട് ഈ കുത്തനെ ഇറക്കം വളരെ സാവധാനമായിട്ട് നമ്മൾ ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപായം പറ്റും. അങ്ങനെ അപായം പറ്റിക്കഴിഞ്ഞാൽ അത് ഏറെ ബുദ്ധിമുട്ടാവും മുന്നോട്ടുള്ള യാത്രയ്ക്ക്. അങ്ങനെ നമ്മൾ ഇതാണ്ട് വല്യാനവട്ടം എത്തിയിരിക്കുന്നു. വല്യാനവട്ടം ചെറിയാനവട്ടം. ഇനി ഈ വല്യാനവട്ടത്തിലൂടെ താണ്ടി നമ്മൾ മുന്നേക്ക് പോകുമ്പോൾ നമുക്ക് പമ്പ എന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. കണ്ടില്ലേ, ഇവിടെയൊക്കെ കട കെട്ടി തിരിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരുപാട് സ്വാമിമാർ ഇറങ്ങി വന്ന് റെസ്റ്റ് എടുക്കാറുണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി റെസ്റ്റ് എടുക്കുന്നത് നേരെ പമ്പയിലായിരിക്കും. അങ്ങനെ ഈ ഒരു ചെറിയൊരു അടുത്തൊരു തടാകം താണ്ടി നമ്മൾ വീണ്ടും മുന്നോട്ട്. അങ്ങനെ വല്യാനവട്ടം എത്താൻ ഇനിയും കുറച്ച് നേരം കൂടെ ഉള്ളൂ. ഈ വല്യാനവട്ടം ചെറിയാനവട്ടം എന്ന് പറയുന്നത്, വല്യാനവട്ടം ചെറിയാനവട്ടത്തിൽ എപ്പോഴും ആനയെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കാരണം ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്നൊരു സ്പേസാണ്. ഇത് നിരപ്പ് സ്ഥലമാണ്. അതുകൊണ്ട് ആന എപ്പോഴും വേണമെങ്കിലും അവിടെ വെള്ളം കുടിക്കാൻ എത്താം. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ കഠിന പ്രയത്നങ്ങൾ കൊണ്ട് നമ്മളിവിടെ എത്തിച്ചെന്നിരിക്കുകയാണ്. നമ്മൾ പമ്പയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വാമി പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ പമ്പ എത്തിയിരിക്കുന്നു. എല്ലാം അയ്യപ്പനും നന്ദി. എൻ്റെ അയ്യപ്പ, എന്തായാലും ഈ ഒരു വർഷവും ഇങ്ങനെ ഈ ഒരു കാടും മേടും താണ്ടി അയ്യൻ്റെ പൂങ്കാവനത്തിൽ എത്താൻ കഴിഞ്ഞതിൽ ഏറെ നന്ദിയുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ പമ്പയിൽ വിരി വെച്ചു, അവിടെ കിടന്നു. ഇനിയിപ്പം നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഇവിടെ കിടന്നിട്ട് നമുക്ക് നേരെ യാത്ര തുടരാം. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ പമ്പ എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് നമ്മൾ മല കയറാനുള്ളത്. അന്ന് രാത്രി റെസ്റ്റ് എടുത്തിട്ട്. പക്ഷേ ഇന്ന് തിരക്ക് അധികം കുറവായതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയോണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ മല കയറാൻ തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും ഭഗവാന്റെ സന്നിധിയിലെത്തി. സ്വാമി ശരണമയ്യപ്പ. എത്രയൊക്കെ കാടും മേടും താണ്ടി വന്നാലും ഈ ഒരു കാഴ്ച കാണുമ്പോൾ കിട്ടുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും അനുഭൂതിയും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എത്രയൊക്കെ കഷ്ടപ്പെട്ട് എത്രയൊക്കെ മല താണ്ടി ഇവിടെ എത്തി ആ രൂപം ഒന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അയ്യപ്പനെ കണ്ടു, എല്ലാം പറഞ്ഞു. അയ്യപ്പൻ കൂടെ തന്നെ ഉണ്ടാവട്ടെ, എന്നും കൂടെ തന്നെ ഉണ്ടാവും എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. സ്വാമി ശരണം. അപ്പം ബൈ.